5-6 മാസങ്ങൾക്ക് മുമ്പ് കോണ്ടന്റ് ക്രിയേഷൻസും പ്രൊമോഷൻസും ഒക്കെ ചെയ്തു തുടങ്ങിയിരുന്നെങ്കിലും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലേക്ക് പോകാൻ ട്രെയിൻ നോക്കിയിരിക്കണ ഇരിപ്പാണിത്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. ട്രെയിനിൽ കയറി എറണാകുളം സ്റ്റേഷനിൽ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഹോട്ടലിലേക്ക് പോയത്. ഉള്ളത് പറയാലോ, എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ഇത്ര അടിപൊളി ഹോട്ടലിൽ പോയിട്ടില്ല. പിന്നെ ഹോട്ടൽ കാണിക്കാനാണെങ്കിൽ അതിനു വേണ്ടി മാത്രം പ്രത്യേകിച്ച് വീഡിയോ ചെയ്യേണ്ടി വരും. ആദ്യം അവിടെ ചെന്നുടനെ തന്നെ ഞങ്ങൾ എക്സ്പ്ലോർ ഒക്കെ ചെയ്തു. കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല, എങ്കിലും അത്യാവശ്യം കുറെ ഒക്കെ കണ്ടു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. വേറെയും കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാഷ്റൂമിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവർ നമുക്ക് ഫ്ലവർ ഒക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞില്ലല്ലേ, നമ്മുടെ മൈജി ഓപ്പോയുടെ പുതിയ ഫോണിന്റെ ലോഞ്ച് നടത്തുവാണ്. അതിന്റെ പ്രോഗ്രാം ആയിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ അകത്ത് കയറി ഫോണിന്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ടീയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു വെൽക്കം ഡാൻസോട് കൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഫോൺ ലോഞ്ച് ചെയ്യാൻ ഒരു ചീഫ് ഗസ്റ്റ് കാണുമല്ലോ. ഇത്തവണ നമ്മുടെ സ്വന്തം ആസിഫ് അലി ആയിരുന്നു ഫോൺ ലോഞ്ച് ചെയ്യാനെത്തിയ ചീഫ് ഗസ്റ്റ്. ഒരു വെൽക്കം ഡാൻസോട് കൂടി ആസിഫ് അലിയെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ആസിഫ് അലി ഫോൺ ലോഞ്ച് ചെയ്തു. അങ്ങനെ ലോഞ്ചും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞുള്ള നമ്മുടെ അടുത്ത ടാസ്ക് ഡിന്നർ. ഫുഡിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ലോ. ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഫുഡ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഡെസേർട്ട്സും ഐസ്ക്രീംസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കണ്ടപ്പോൾ സ്വന്തം വയറാണെന്ന് പോലും നോക്കാതെ ഞാൻ അങ്ങ് കഴിച്ചു. അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ടാറ്റ.